നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിക്കുട്ടി പറയേ, എന്റെ ചങ്ക് പറിച്ചു വച്ചിട്ടായിരുന്നാലും ചെയ്തിരിക്കും ഞാനത്. അത് ബാലേട്ടാ ഒരു വായി നോക്കി. എന്റെ സുസ്മിക്കുട്ടിക്ക് പിന്നാലെയോ? അതെ ബാലേട്ടാ, കുറച്ചു ദിവസമായിട്ട് അവൻ എന്റെ പിന്നാലെ ഉണ്ട്. അവനെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ. ആരാവൻ? സുസ്മിക്കുട്ടിക്ക് പരിചയമുള്ള ആളാണോ? ആർക്കറിയാം. എന്നെപ്പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക് പിന്നാലെ ചെലവന്മാര് കൂടുമല്ലോ. സുസ്മിക്കുട്ടി പേടിക്കണ്ട, ഞാനേ അത് കൈകാര്യം ചെയ്തോളാം. അവന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാനത് ബാലേട്ടന് അയച്ചു തരട്ടെ? അയച്ചതാ സുസ്മിക്കുട്ടി. അവൻ പപ്പടം. ഇനി അവന്റെ നെഴല് പോലും കാണില്ല സുസ്മിക്കുട്ടി. അത് തന്നെയാ എനിക്കും വേണ്ടത്. ശരി ബാലേട്ടാ, അപ്പൊ വെച്ചോട്ടെ. ഫോട്ടോ അയച്ചേക്കണം. അവനെ ഡീൽ ചെയ്തിട്ട് നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. ശരി ബാലേട്ടാ. എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെ. അയ്യോ, എന്താടാ നീയല്ലേ ഇപ്പൊ സുസ്മിത ചീത്ത പറഞ്ഞോണ്ടിരുന്നത്? അതല്ലടാ, ചിലപ്പം ബിരിയാണി കിട്ടിയാലും. വന്നു വന്നു. അപ്പൊ എവനാണല്ലേ അത്? തീർത്ത് തരാടാ നിന്റെ അസുഖം. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഈ നാട് ജീവിക്കണ്ടേ? ഇതോടെ രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും. ഇങ്ങനെ നോക്കട്ടെ, ഇവൻ എന്ത് കുഴപ്പമൊന്നും? എവനെ നമുക്കൊന്ന് മെടയണം. എവൻ എന്റെ സുസ്മിക്കുട്ടിയെ ശല്യം ചെയ്യുന്നു. ആര്? സുസ്മിക്കുട്ടിയോ? ഒരു 5 മിനിറ്റ് മുമ്പ് അതെന്റെ സുസ്മിക്കുട്ടി ആയി. അപ്പൊ നീയാണ് അവൻ. ശരിയാക്കി തരാം. ഇതെന്താടാ, കെണി വയ്ക്കുന്നതിന് മുന്നേ കിളി വന്ന് കുടുങ്ങി തരുവാണോ? സമയം ശരിയാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ ബാല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വെയിറ്റ്. എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടി കണ്ടിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. നീ ആരെയോ പഞ്ഞിക്കിടുന്ന കാര്യം പറയുന്നത് കേട്ടല്ലോ. അയ്യോ, അത് ആളിന്റെ കാര്യമല്ല, ഒരു കിടക്ക വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. വീട്ടിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള പഞ്ഞിയുള്ളത് നോക്കി വാങ്ങണമെന്ന് പറയായിരുന്നു. അപ്പോ ബാലേട്ടാന്ന് വിളിച്ചതോ? എന്റെ കസിൻ ഇല്ലേ ബാലകൃഷ്ണൻ, അവനെയാ ബെഡ് വാങ്ങാൻ ഏൽപ്പിച്ചിരിക്കുന്നെ. ഈ തള്ളയ്ക്ക് അവിടെ ഞാൻ ഇരുന്നാ പോരെ. രക്ഷപ്പെട്ടു. എന്താ ആന്റി? ഒന്നുമില്ല. ഈ തള്ള കാരണം റിയാക്ഷൻ ഇട്ട് ഞാൻ ചാകുമല്ലോ. ഇനി കൂടുതൽ സൂക്ഷിക്കണം. രോഹിത്തിനെ പറ്റി ഇവിടെ ആർക്കെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയാ തീർന്നു. കണ്ടാ നന്നായിട്ടൊന്ന് പഞ്ഞിക്കിട്ടേക്കണം. അതിനുള്ള സമ്മാനം ബാലേട്ടന് തരുന്നുണ്ട് ഞാൻ. എന്താ ഭാമയുടെ ആലോചന?
നമുക്ക് സുസ്മിതയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. എപ്പോഴും നിനക്ക് അവളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അതല്ല രാഘവേട്ട, എനിക്കിപ്പോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ചുറ്റും എന്തൊക്കെയോ നിഗൂഢതകളൊക്കെ ഉള്ളതുപോലെ. അതൊക്കെ നിനക്ക് ഇപ്പോഴേ തോന്നിയുള്ളൂ. നീ ഒഴികെ ഇവിടെയുള്ള മറ്റെല്ലാവർക്കും അത് ഉറപ്പാ. എന്താ പിള്ളേ, കരട്ടെന്നൊക്കെ ഉണ്ടല്ലോ. വിഷു അല്ലേ നാളെ? കണിവെള്ളരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ പിള്ളേ അത് പൂജാമുറിയെ കൊണ്ടുപോയിക്ക്. ശരി സാർ. ഭാമേ, പ്രീതിയെ ഓർമ്മ വന്നു അല്ലേ? എല്ലാ വിഷുവിനും അവൾക്ക് കൈനീട്ടം കൊടുക്കാറുള്ളതാ. അതിനെന്താ, ഈ വർഷം വസുമതയുടെ കയ്യിൽ നമ്മൾ ആദ്യത്തെ കൈനീട്ടം മേടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവുകയോ അവൾക്ക് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യാലോ. അവള് സന്തോഷമായിട്ടിരിക്കുന്നല്ലേ ഭാമേ നമുക്ക് പ്രധാനം. ആ ഒരുപക്ഷെ പ്രീതി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വിഷു ഇതായിരിക്കും. അതെ, പ്രീതി ഇപ്പോ സത്യഭാമയുടെ അല്ല, വസുമതിയുടെ മകളാ. അതുപോലെ തന്നെ ശാലിനി സത്യഭാമയുടെ മകളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.